നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3യുടെ ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ് പാർട്ട് 2 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, അല്പം ഡീപ്പായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. എന്തായിരുന്നാലും നമ്മുടെ സ്റ്റേജ് 3 എക്സാമിന്റെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലി വളരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3യുടെ ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ് പാർട്ട് 2 ആണ്. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. ഇന്ന് നമ്മൾ 21ാമത്തെ ചോദ്യം മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൽഫബറ്റ് കോഡ് D ആണ് സുഹൃത്തുക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുന്നത്. അതുകൂടെ ശ്രദ്ധിച്ചോളുക. നമ്മുടെ 21ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2023 ആണ്. UN ആഘോഷിച്ചതാണ് കേട്ടോ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി UN ആഘോഷിച്ചത് എന്നാ? 2023 ആണ്. അപ്പോ UN ബന്ധപ്പെട്ട് സ്ഥിരം PSC ചോദിക്കുന്ന കുറച്ച് വർഷങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വർഷങ്ങൾ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2027 സുസ്ഥിര ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷമായാണ് UN ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പഠിച്ചോളനെ, 2027 സുസ്ഥിര ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷമായാണ് നമ്മുടെ UN ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2026 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമായും സുസ്ഥിര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായും അതുപോലെ റേഞ്ച് ലാൻഡുകളുടെയും ഇടയന്മാരുടെയും വർഷമായും ആചരിക്കുവാൻ UN തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ 2026 3 പ്രധാനപ്പെട്ട മേഖലയിലായിട്ടാണ് UN അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുസ്ഥിര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ 2026 തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ റേഞ്ച് ലാൻഡുകളുടെയും ഇടയന്മാരുടെയും വർഷമായി ആചരിക്കുവാൻ നമ്മുടെ യുണൈറ്റഡ് നേഷൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം 2026 ആണ്. 2025 UN എന്തൊക്കെയായിട്ടാണ് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം. ഹിമാനികളുടെയും സംരക്ഷണ വർഷമായി ആചരിക്കുവാൻ പോകുന്നു. ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുവാൻ പോകുന്നത് 2025 ആണ്. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ പോകുന്നത് 2025 ആണ്. ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷം എന്നറിയപ്പെടുന്നത് 2025 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2025 UN എന്തൊക്കെയായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട്, ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട്, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായിട്ട്, ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷമായിട്ട്. ഇങ്ങനെയാണ് 2025 UN ആചരിക്കാൻ പോകുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 2027 മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട ഒത്തിരി വർഷങ്ങൾ നമുക്ക് UN അന്താരാഷ്ട്ര വർഷവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഈ പറയുന്ന ഏത് മേഖലയിൽ നിന്നാണോ നമുക്ക് ചോദ്യം വരാം. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പ് ലെവലായിട്ട് പോയത്. അപ്പോൾ 2027 സുസ്ഥിര ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN ആചരിക്കാൻ പോകുന്നത്. 2026 3 പ്രധാന മേഖലയിലെ വർഷങ്ങളായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. ഒന്ന് വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം, രണ്ടാമത്തത് സുസ്ഥിര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം, മൂന്നാമത്തത് റേഞ്ച് ലാൻഡുകളുടെയും ഇടയന്മാരുടെയും വർഷമായിട്ടും ആചരിക്കുവാൻ പോകുന്നു. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നു. ഹിമാനികളുടെ സംരക്ഷണ വർഷമായി ആചരിക്കുവാൻ പോകുന്നു. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ പോകുന്നു. ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുവാൻ പോകുന്നു. പഠിക്കുക. 2024 ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഒട്ടക വർഷമായിട്ട് നമ്മൾ ആചരിച്ചു എന്ന്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് 2023 ആണ്. അതുകൊണ്ടാണ് 2024 സ്കിപ്പ് ചെയ്തത്. 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യം അഥവാ മില്ലറ്റ് വർഷമായി ആചരിച്ചു. നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യം അല്ലെങ്കിൽ മില്ലറ്റ് വർഷമായി ആചരിച്ചു. അതിനോടൊപ്പം തന്നെ പഠിക്കണം, അന്താരാഷ്ട്ര സംഭാഷണ വർഷമായി ആചരിച്ചതും 2023 ആണ്. അതായത് രാജ്യങ്ങളിടയിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സംഭാഷണ വർഷമായി ആചരിച്ചതും എന്നാണ് 2023 ആണ് UN. അതുകൂടെ ഒന്ന് ഓർക്കുക. 2022 കരകൗശല വസ്തുക്കളുടെയും മത്സ്യബന്ധനത്തിന്റെയും മത്സ്യകൃഷിയുടെയും അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചു. 2022 കരകൗശല വസ്തുക്കളുടെയും മത്സ്യബന്ധനത്തിന്റെയും അതുപോലെ തന്നെ മത്സ്യകൃഷിയുടെയും അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചു. ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും വർഷമായി ആചരിച്ചത് 2022
2022. ഗ്ലാസും ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെ വർഷമായി ആചരിച്ചത് 2022. അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസന വർഷമായി ആചരിച്ചത് 2022. UN അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസന വർഷമായി ആചരിച്ചതെന്ന് ചോദിച്ചാൽ അത് 2022. അന്താരാഷ്ട്ര പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായി ആചരിച്ചത് 2021. അന്താരാഷ്ട്ര പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായി ആചരിച്ചത് 2021. ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷമായി UN ആചരിച്ചത് 2021. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷമായി UN ആചരിച്ചത് 2021. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായി UN ആചരിച്ചത് 2020. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായി UN ആചരിച്ചതെന്ന് ചോദിച്ചാൽ 2020. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യം അഥവാ മില്ലറ്റ് വർഷമായി ആചരിച്ചു. ഇനി അന്താരാഷ്ട്ര സംഭാഷണ വർഷമായി ആചരിച്ചതും എന്നാണ് 2023. ഇനി 2022 വന്നാല് കരകൗശല വസ്തുക്കളുടെയും മത്സ്യബന്ധനത്തിന്റെയും മത്സ്യകൃഷിയുടെയും അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് 2022. ഗ്ലാസും ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും വർഷമായി ആചരിച്ചത് 2022. അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസന വർഷമായി ആചരിച്ചതും 2022. പഠിക്കുക. അന്താരാഷ്ട്ര പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായി ആചരിച്ചത് 2021. UN ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് 2021. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായി UN ആചരിച്ചത് 2020. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതുമാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സ്ഥിരം PSC ഇങ്ങനെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ചില അന്താരാഷ്ട്ര വർഷങ്ങൾ എടുത്ത് ഇങ്ങനെ ചോദിക്കും. UN ആചരിച്ച വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അവ നമുക്കൊന്ന് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അവ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അന്താരാഷ്ട്ര പയറുവർഗ വർഷമായി UN ആചരിച്ചത് 2016. അന്താരാഷ്ട്ര പയറുവർഗ വർഷമായി UN ആചരിച്ചത് 2016. അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015. അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015. അന്താരാഷ്ട്ര വനവർഷമായി UN ആചരിച്ചത് 2011. അന്താരാഷ്ട്ര വനവർഷമായി UN ആചരിച്ചത് 2011. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായിട്ട് UN ആചരിച്ചത് എന്നാണ് 2010. അന്താരാഷ്ട്ര പർവ്വത വർഷമായി UN ആചരിച്ചത് 2002. അന്താരാഷ്ട്ര സമുദ്ര വർഷമായി UN ആചരിച്ചത് 1998. അന്താരാഷ്ട്ര സമുദ്ര വർഷമായി UN ആചരിച്ചത് 1998. ഈ അന്താരാഷ്ട്ര പർവ്വത വർഷമായി ആചരിച്ച 2002 PSC ഇപ്പൊ അങ്ങോട്ട് ഒരു എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഒരു മേഖലയിൽ നിന്നും. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര പയറുവർഗ വർഷമായി UN ആചരിച്ചത് 2016. അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015. അന്താരാഷ്ട്ര വനവർഷമായി UN ആചരിച്ചത് 2011. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി UN ആചരിച്ചത് 2010. അന്താരാഷ്ട്ര പർവ്വത വർഷമായി UN ആചരിച്ചത് 2002. അന്താരാഷ്ട്ര സമുദ്ര വർഷമായി UN ആചരിച്ചത് 1998. പഠിക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ വർഷമായി UN ആചരിച്ചത് 1992. അന്താരാഷ്ട്ര ബഹിരാകാശ വർഷമായി UN ആചരിച്ചത് 1992. ഐക്യരാഷ്ട്ര സഭാ വർഷമായി UN ആചരിച്ചത് 1985. ഐക്യരാഷ്ട്ര സഭാ വർഷമായിട്ട് തന്നെ അവർ ആഘോഷിച്ചത്, UN ആഘോഷിച്ച വർഷം ചോദിച്ചാൽ 1985. കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായി UN ആചരിച്ചത് 1979. അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷം 1968. അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷം 1968. ലോക അഭയാർത്ഥി വർഷമായി UN ആചരിച്ചത് 1959, 1960 ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ലോക അഭയാർത്ഥി വർഷമായി UN ആചരിച്ചത് 1959, 1960 ആണ്. ഈ 1959, 60 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് UN ഇങ്ങനെ അന്താരാഷ്ട്ര വർഷങ്ങൾ ആചരിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ആചരിച്ചത് ലോക അഭയാർത്ഥി വർഷമാണ് കേട്ടോ. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ വർഷമായി UN ആചരിച്ചത് 1992. ഐക്യരാഷ്ട്ര സഭാ വർഷമായിട്ട് UN ആചരിച്ചത് 1985. കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായി UN ആചരിച്ചത് 1979. അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായി ആചരിച്ചത് 1968 ആണ്. ലോക അഭയാർത്ഥി വർഷമായി UN ആചരിച്ചത് 1959, 1960 കാലഘട്ടമാണ്. പഠിക്കുക. 22ാമത്തെ ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം
ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിരിക്കുന്ന തുക എത്രയാ? 5 ലക്ഷം രൂപയാണ്. അപ്പോ നമുക്ക് കേരള സർക്കാരിന്റെ കുറച്ച് പൊതുജനാരോഗ്യ പദ്ധതികൾ ഏതെന്ന് നോക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രത്യേക രോഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ. കേരള ഗവൺമെന്റ് പ്രത്യേക രോഗങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ പദ്ധതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒത്തിരി ഈ ഭാഗത്ത് വരുന്നുണ്ട്, പഠിക്കുക. ആദ്യമായി തന്നെ ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പഠിക്കുക. സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസൗഹൃദ ആശുപത്രികളായിട്ട് സർക്കാർ ആശുപത്രികളെ മാറ്റുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാരുണ്യ പദ്ധതി. പഠിച്ചോളണേ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വന പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വന പദ്ധതി. പഠിക്കുക. സ്വാസ്ഥ്യം പദ്ധതി. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. സുഹൃതം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുഹൃതം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഒന്നുകൂടി പറയുവാണ്. അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുകയും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കപ്പെടുന്ന ധനസഹായം എത്രയാണ്? 1100 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിത
രോഗബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസ കിരണം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അതുകൂടി പഠിക്കുക. ആശ്വാസ കിരണം പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം 600 രൂപയാണ്. ആശ്വാസ കിരണം പദ്ധതിയുടെ അനുവദിക്കുന്ന തുക എത്ര സുഹൃത്തുക്കളെ? 600 രൂപയാണ് പ്രതിമാസം. ഒന്നുകൂടി പറയുവാണേ, വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ 1100 രൂപ പ്രതിമാസം. ആശ്വാസ കിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസ കിരണ പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ആശ്വാസ കിരണ പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ അത് 600 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. അടുത്തതാണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട്. എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി മാസം 26-ാം തീയതി AK ആന്റണിയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. പഠിക്കുക. പദ്ധതിയിലൂടെ വൃക്കരോഗികള്, അതുപോലെ ഹൃദ്രോഗികള്, കരൾ സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്രയും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപ. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. പഠിക്കുക. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആയുർദളം പദ്ധതി. വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി പദ്ധതി. പ്രീവിയസ് ചോദ്യമായി ചോദിച്ചതാണ്. കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്നുള്ള പദ്ധതിയാണ് വിമുക്തി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. കലാലയങ്ങള് ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ആരോഗ്യ ജാഗ്രതാ പദ്ധതി പകർച്ചവ്യാധികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ ജാഗ്രതാ പദ്ധതിയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നു. ഒന്നുകൂടി പറയുവാണേ, ആരോഗ്യ ജാഗ്രതാ പദ്ധതി പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയവ പ്രവർത്തനങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നു. പഠിക്കുക. കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? ധ്വനി പദ്ധതി. പഠിക്കുക. അശ്വമേധം പദ്ധതി കേരള ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനം രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കുള്ള ഗൃഹസന്ദർശനവും രോഗനിയന്ത്രണ പദ്ധതിയും അറിയപ്പെടുന്ന പേരാണ് അശ്വമേധം പദ്ധതി. പാദസ്പർശം പദ്ധതി പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. എൽസ പദ്ധതി കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. എന്താ എൽസ പദ്ധതി എന്ന് ചോദിച്ചാല് കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. ശിരസ്
സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. ഒന്നുകൂടി പറയാം. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനവും രോഗനിർണയ പദ്ധതി എന്ന് ചോദിച്ചാൽ അശ്വമേധം പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പാദസ്പർശ പദ്ധതി. കുഷ്ഠരോഗ നിവാരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് എൽസ പദ്ധതി. സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശിരസ് പദ്ധതി. എന്താണ് ശിരസ് പദ്ധതി? തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി എന്ന് ചോദിച്ചാൽ തൂവാല വിപ്ലവം. നമ്മുടെ കൊറോണയുടെ സമയത്ത് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം പദ്ധതി. നയനാമൃതം പദ്ധതി PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നയനാമൃതം പദ്ധതി എന്ന് നോക്കാം സുഹൃത്തുക്കളെ. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ഒന്നുകൂടി പറയാം. പ്രമേഹജന്യമായി നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതിയും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് അമൃതം ആരോഗ്യം പദ്ധതി. ഒന്നുകൂടി പറയുവാണേ. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് അമൃതം ആരോഗ്യം പദ്ധതി. പഠിക്കുക. 23ാമത്തെ ചോദ്യം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ആ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. രണ്ടാമത്തെ പോയിന്റ്, തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. മൂന്നാമത്തത്, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ 3 പ്രധാനപ്പെട്ട പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. എന്നിട്ട് PSC ചോദിച്ചത് എന്താ? ഇതിൽ പോസിറ്റീവ് പ്രവൃത്തി ഏതാണ്, നെഗറ്റീവ് പ്രവൃത്തി ഏതാണെന്നാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇതിൽ രണ്ടാമത്തെ പ്രവൃത്തി, അതായത് തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയുമാണ് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂഗുരുത്വാകർഷണ ബലത്തിനെ പറ്റിയാണ്. കാരണം ഇനി സ്റ്റേജ് 4-നകത്ത് ഉറപ്പായിട്ടും ഭൂഗുരുത്വാകർഷണ ബലത്തെ പറ്റി ഒരു ചോദ്യം കാണും. അതുകൊണ്ട് നമുക്കത് പഠിച്ചേ പറ്റൂ. ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഐസക് ന്യൂട്ടൻ ആണ്. ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ആവിഷ്കരിച്ചത് ആരാ? സർ ഐസക് ന്യൂട്ടൻ ആണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതിനെ ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗുരുത്വാകർഷണ ബലം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തെന്ന് അറിയപ്പെടുന്നത്? ഗുരുത്വാകർഷണ ബലം എന്ന് അറിയപ്പെടുന്നു. ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോ ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. മറക്കല്ലേ, ഭാരം അല്ലെങ്കിൽ എന്താ പറയുന്നത്? വെയിറ്റ് കേട്ടോ. അപ്പോ ഒരു വസ്തുവിന്റെ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വസ്തുവിന്മേല് നമ്മുടെ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിനെയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വെയിറ്റ് ലഭിക്കുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളണേ. ഒരുപാട് തവണ PSC ഫിസിക്സ് മേഖലയിൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാ? അങ്ങ് ധ്രുവ പ്രദേശത്തിരിക്കുമ്പോഴാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാ?
ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഇനി ഭൂകേന്ദ്രത്തിൽ, അതായത് ഭൂമി നമ്മൾ തുരന്ന് ഭൂമിയുടെ കൃത്യം നടുക്കെത്തുവാണെന്നുണ്ടെങ്കിൽ ആ ഭൂകേന്ദ്രത്തിലുള്ള നമ്മുടെ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്ന സുഹൃത്തുക്കളെ പഠിച്ചോളണേ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും. ഇനി ഭൂകേന്ദ്രത്തിൽ, അതായത് ഭൂമി തുറന്ന് നമ്മൾ ഭൂമിയുടെ സെന്ററിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. പഠിക്കുക. ഒരു വസ്തുവിന് ഭൂമിയുള്ള ഭാരത്തിന്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിന്റെ 1/6 ഭാരമേ എവിടെ അനുഭവപ്പെടുന്നുള്ളൂ? ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളുക. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താ? സ്പ്രിംഗ് ത്രാസ് ആണ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന തത്വം ഹൂക്സ് ലാ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം എന്താ സുഹൃത്തുക്കളെ? ഹൂക്സ് ലാ ആണ്. ഗുരുത്വാകർഷണ ബലത്തിന്റെ മൂല്യം 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ ഗുരുത്വാകർഷണ ബലത്തിന്റെ മൂല്യം, ജിയുടെ മൂല്യം എത്രയാ? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് എത്രയെന്ന് പറയാം? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. ഇത് രണ്ടും PSC ഉത്തരമായി നൽകിയിട്ടുള്ളതാണ്. ഒരു വസ്തുവിന്റെ ഭാരം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് W = M × G. ഇതിലെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് എന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ പിണ്ഡം എന്ന് പറയും കേട്ടോ. ഇതിനകത്ത് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണ്ഡമാണ്. അതുപോലെ G എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഭാരം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമുല എന്താ സുഹൃത്തുക്കളെ? W = M × G ആണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് അഥവാ പിണ്ഡമാണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അഥവാ ഗുരുത്വാകർഷണ ബലമാണ്. ഒരു വസ്തുവിന്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. എന്നാൽ ഒരു വസ്തുവിന്റെ പിണ്ഡത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഒരു വസ്തുവിന്റെ ഭാരം സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. എന്നാൽ ഒരു വസ്തുവിന്റെ പിണ്ഡത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം 1 കിലോ മാസ് ഉള്ള ഒരു വസ്തു എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ചന്ദ്രന് കൊണ്ടുവച്ചിട്ട് അതിന്റെ മാസ് അളന്നാലും സൂര്യന് കൊണ്ടുവച്ച് അതിന്റെ മാസ് അഥവാ പിണ്ഡം അളന്നു കഴിഞ്ഞാൽ പിണ്ഡത്തിൽ വ്യത്യാസം വരൂല. പക്ഷെ എന്തിലാ വ്യത്യാസം വരുന്നത്? വെയിറ്റ് അഥവാ ഭാരത്തില് വ്യത്യാസം വരികയും ചെയ്യും. ഈ ഒരു പോയിന്റ് സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ എന്തുമാത്രം ക്വാണ്ടിറ്റി ആ സാധനമുണ്ട് അതിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിന്റെ ഭാരം കുറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഭൗമ ഉപരിതലത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോയാലും ഭൂമിയിൽ നിന്നും കുഴിച്ച് താഴേക്ക് പോയാലും വസ്തുവിന്റെ ഭാരം എന്ത് ചെയ്യും? കുറയും. ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ബിന്ദു ഉണ്ടായിരിക്കും. അതിന്റെ പേരാണ് ഭൂഗുരുത്വ കേന്ദ്രം എന്ന്. ഏതൊരു വസ്തുവിനും അതിന്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ബിന്ദു ഉണ്ടായിരിക്കും. അതറിയപ്പെടുന്ന പേരെന്താ? ഭൂഗുരുത്വ കേന്ദ്രം എന്നാണ്. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ ഉപയോഗിക്കുന്ന ആകർഷണ ബലവും കൂടുന്നു. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിന്, അതായത് മാസ് കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാവുന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം അഥവാ മാസ് ഇരട്ടിയായി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും? ഇരട്ടിയാകും. ഇതും കൂടെ സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പ്രവൃത്തി. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച അതേ ദിശയിൽ സ്ഥാനാന്തരം അഥവാ സ്ഥാനമാറ്റം ഉണ്ടായാൽ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ കണക്കാക്കാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബെഞ്ച് തള്ളുവാണെന്ന് കരുതുക. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ബെഞ്ച് തള്ളുകയാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും നമ്മൾ തള്ളുന്ന അതേ ദിശയിലേക്ക് ബെഞ്ച് നീങ്ങില്ലേ? അങ്ങനെ ബെഞ്ച് നീങ്ങിയത് കൊണ്ട് നമുക്ക് പറയാം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുവെന്ന്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വസ്തുവില് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തു നമ്മൾ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെ നീങ്ങണം, അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി ചെയ്തുവെന്ന് പറയുന്നത്.
പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഗുണം സ്ഥാനാന്തരമാണ്. പ്രവൃത്തി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബലം ഗുണം സ്ഥാനാന്തരമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ്. പഠിച്ചോളനെ, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? ഒന്നുകിൽ ജൂള് അല്ലെങ്കിൽ നമുക്ക് എന്തിൽ പറയാം? ന്യൂട്ടൺ മീറ്ററിൽ പറയാം. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി 1000 ജൂൾ ചേരുമ്പോഴാണ് ഒരു കിലോ ജൂൾ ആകുന്നത്. പഠിച്ചോളനെ, 1000 ജൂൾ ചേരുമ്പോൾ എന്തുണ്ടാകും? ഒരു കിലോ ജൂൾ ഉണ്ടാകും എന്ന് കൂടി പഠിച്ചു വെക്കുക. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താ സിമ്പിൾ ആയിട്ട് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് ഒരു വസ്തു നീങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. പ്രവൃത്തി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബലം ഗുണം സ്ഥാനാന്തരമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റുകൾ എന്തൊക്കെയാ? ജൂളും അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്ററുമാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ന്യൂട്ടൺ മീറ്ററിന് തുല്യമാണ്. ഇനി 1000 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ജൂൾ ആകും. 1000 ജൂൾ ചേരുമ്പോൾ എന്താവും? ഒരു കിലോ ജൂൾ ആകും. പ്രവൃത്തി പ്രധാനമായും 3 തരമുണ്ട്. പോസിറ്റീവ് പ്രവൃത്തിയുണ്ട്, നെഗറ്റീവ് പ്രവൃത്തിയുണ്ട്, സീറോ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി പ്രധാനമായിട്ട് 3 തരമുണ്ട്. ഏതൊക്കെയാ? പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി. അപ്പൊ നമുക്ക് ഇത് 3 എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമാകും. പോസിറ്റീവ് പ്രവൃത്തി: ബലം നൽകുന്ന അതേ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം അഥവാ സ്ഥാനമാറ്റം ഉണ്ടായാൽ പ്രവൃത്തി പോസിറ്റീവായി കണക്കാക്കാം. എന്താ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലം നൽകുന്ന അതേ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി പോസിറ്റീവായി കണക്കാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം തള്ളുവാണെന്ന് കരുതുക. നമ്മൾ 2-3 പേരുണ്ടെന്ന് കരുതുക. ആ വാഹനം നമ്മൾ തള്ളിയ അതേ ദിശയിൽ തന്നെ വാഹനം പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഈസിയാണ്, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ 2-3 പേര് ചേർന്ന് ഒരു വാഹനം തള്ളുവാണ്. നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്തു? ആ വാഹനം അവർ തള്ളുന്ന അതേ ദിശയിലാക്കാണോ പോയത്? എങ്കിൽ നമുക്ക് പറയാം അവർ പ്രവൃത്തി ചെയ്തു എന്ന്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഫുട്ബോൾ കാലുകൊണ്ട് തട്ടുമ്പോൾ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് ബോൾ ചലിക്കുന്നു. ശരിയല്ലേ? ഫുട്ബോളിൽ നമ്മൾ കാലുകൊണ്ട് തട്ടുന്ന സമയത്ത് ഫുട്ബോൾ ഏത് ദിശയിലാണ് പോകുന്നത്? നമ്മുടെ കാല് എവിടെയാണോ ബലം പ്രയോഗിച്ചത് അതേ ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫുട്ബോൾ പോകുന്നത്. അപ്പോൾ ആ പ്രവൃത്തി നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറയാം. പ്രതലത്തിലൂടെ വസ്തുക്കൾ തള്ളി നീക്കുന്നത് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഡെസ്കോ ബെഞ്ചോ ഒക്കെ ഒരു പ്രതലത്തിലൂടെ തള്ളി നീക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ബലം പ്രയോഗിച്ചത് അതേ ദിശയിലേക്ക് ആ വസ്തു നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. തീവണ്ടി എഞ്ചിൻ ബോഗികളെ വലിച്ചു കൊണ്ടുപോകുന്നത്. തീവണ്ടി എഞ്ചിൻ മുന്നേ എന്ത് ചെയ്യും? ശക്തമായിട്ട് വേഗതയിൽ സഞ്ചരിക്കും. ആ വേഗതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? പിന്നിലുള്ള ബോഗികളെല്ലാം കൂടി അവൻ എന്ത് ചെയ്യും? അവൻ പോകുന്ന അതേ ദിശയിലേക്ക് വലിച്ചുകൊണ്ട് പോകുമല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ ട്രെയിനിന്റെ ബോഗികൾ എഞ്ചിന്റെ അതേ ദിശയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. ദൂരത്തേക്ക് വീശിയെറിയുന്ന കല്ല്. നമ്മൾ കല്ലെടുത്ത് ദൂരത്തേക്ക് വീശിയെറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ബലമുണ്ട്. ആ ബലം ഉപയോഗിച്ച് ആ കല്ലിനെ നമുക്ക് ഏത് ദിശയിലേക്കാണോ പോകാനുള്ളത് ആ ദിശയിലേക്ക് ദൂരേക്ക് വലിച്ചെറിയും അല്ലെ? അപ്പോ നമ്മുടെ കയ്യിലുണ്ടായ ആ ബലം ഏത് ദിശയിലേക്കാണോ പോയത് ആ ദിശയിലേക്ക് കല്ല് തെറിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? അതും പോസിറ്റീവ് ആണെന്ന് പറയാം. വീൽ ചെയർ ഉപയോഗിച്ച് രോഗിയെ തള്ളി നീക്കുന്ന സഹായി. വീൽ ചെയർ ഉപയോഗിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ സിറ്റുവേഷൻസിൽ ഒരാളെ തള്ളി കാണുമായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എങ്ങോട്ടാണോ ബലം പ്രയോഗിക്കുന്നത് ആ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്കല്ലേ ആ വീൽ ചെയർ നീങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അത് പോസിറ്റീവ് വർക്കാണ് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തിയാണ് എന്ന്. സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചുള്ള യാത്ര. സ്കേറ്റിംഗ് ബോർഡ് കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ഇങ്ങനെ പോകുന്നത് സ്കേറ്റിംഗ് ബോർഡിനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്കേറ്റിംഗ് ബോർഡ് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുമല്ലേ ഫ്രണ്ടിലോട്ടാ. അപ്പോഴല്ലേ സ്കേറ്റിംഗ് ബോർഡ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോ നമ്മൾ എങ്ങോട്ടാണോ തള്ളിയത് അതേ ദിശയിലല്ലേ ആ സ്കേറ്റിംഗ് ബോർഡ് ഉരുണ്ടുപോയത്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറയാം. കത്തി ഉപയോഗിച്ച് വസ്തുക്കൾ മുറിക്കുന്നത്. നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ്. കത്തി ഉപയോഗിച്ച് വസ്തുക്കൾ മുറിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കത്തി എടുത്തിട്ട് ശക്തിയായിട്ട് എന്ത് ചെയ്യും? അതിന്റെ അഗ്രഭാഗത്ത് ബലം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കത്തി പയ്യെ ആ വസ്തുവിലേക്ക് ആഴ്ന്നിറങ്ങി പോകുമല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? കത്തി നമ്മൾ എങ്ങോട്ടാണോ ബലം കൊടുത്തത് അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടല്ലേ ആ വസ്തു മുറിഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാം അവിടെ ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് വാഹനങ്ങൾ തള്ളി നീക്കുന്നതും പോസിറ്റീവ് പ്രവൃത്തിയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അതേ ദിശയിലേക്ക് വസ്തു നീങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പോസിറ്റീവ് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെന്ന്. അടുത്തതാണ് നെഗറ്റീവ് പ്രവൃത്തി. എന്താ സുഹൃത്തുക്കളെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ബലം സ്ഥാനാന്തരവും വിപരീത ദിശയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും. ബലവും സ്ഥാനാന്തരവും വിപരീത ദിശയിൽ, അതായത് ഓപ്പോസിറ്റ് ദിശയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മലയുടെ മുകളിലേക്ക് ഒറ്റയ്ക്ക് ഒരു കാർ തള്ളി നീക്കുവാണെന്ന് കരുതുക. ഓക്കെ ആണേ, ഒരു മലയുടെ മുകളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വാഹനം തള്ളി നീക്കുവാണെന്ന് കരുതുക. വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ടൺ അല്ലെങ്കിൽ 900 കിലോഗ്രാമെങ്കിലും മിനിമം വരും. നിങ്ങൾ ഒരാൾ തള്ളിയാൽ ആ പറഞ്ഞിരിക്കുന്ന കാർ മുന്നോട്ട് പോവോ സുഹൃത്തുക്കളെ? ഇല്ല. കാർ എന്ത് ചെയ്യും? പയ്യെ കൺട്രോൾ വിട്ട് നേരെ നിങ്ങൾ അടുത്തോട്ട് പിന്നിലോട്ട് നീങ്ങി വരും അല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ ബലം പ്രയോഗിച്ചു. അവിടെ സ്ഥാനാന്തരം ഉണ്ടായോ? സ്ഥാനാന്തരവും ഉണ്ടായി. പക്ഷേ നിങ്ങൾ ബലം പ്രയോഗിച്ച ദിശയിലല്ല സ്ഥാനാന്തരം ഉണ്ടായത്, പകരം ഓപ്പോസിറ്റ് ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായത്. ഇങ്ങനെയുള്ള പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് പ്രവൃത്തി എന്ന്. ഓക്കെ ആണേ, സെറ്റാണേ. അപ്പോ എന്താ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു സൈഡിൽ കിടന്ന് ബലം കൊടുക്കും, ആ ബലം കൊടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വസ്തു സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് പ്രവൃത്തി എന്ന്. ഇനി ഉദാഹരണം കൂടെ പറയുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ആകും. നമുക്ക് ഉദാഹരണം നോക്കാം. മുന്നോട്ട് പോകുന്ന വ്യക്തിയെ പിന്നിൽ നിന്നും ശക്തമായി വലിക്കുന്നത്. മുന്നോട്ട് ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അയാളുടെ കോളർ കയറി പിടിച്ചിട്ട് പിന്നോട്ട് വലിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? മുന്നോട്ട് പോകണമെങ്കിൽ അയാൾ ഒരു ബലം പ്രയോഗിക്കണ്ടേ? അപ്പൊ ആ ബലം പ്രയോഗിച്ച് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പിന്നോട്ട് വലിക്കുമ്പോ അയാൾ പ്രയോഗിച്ച ബലത്തിന്റെ അതേ ദിശയിലാണോ അയാൾ സഞ്ചരിച്ചത്? ഇല്ല, നമ്മൾ വലിച്ച ദിശയിൽ അല്ലെങ്കിൽ പിന്നിലോട്ട് അയാൾ വന്നു അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയെ പിന്നിൽ നിന്നും ശക്തമായി വലിക്കുന്നത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. വടംവലി മത്സരത്തിൽ തോൽക്കുന്ന ടീം മുന്നോട്ട് പോകുന്നത് ശരിയല്ലേ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രണ്ട് സൈഡിൽ നിന്ന് 2 ടീം വടം വലിക്കുന്നു. ശക്തി കൂടിയ ടീം എന്ത് ചെയ്യും? അവരുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? വലിച്ചുകൊണ്ട് വരും അല്ലേ? ഇതല്ലേ വടംവലി മത്സരം എന്ന് പറയുന്നത്. അപ്പൊ ഈ തോക്കുന്ന ടീം എന്താ സംഭവിക്കുന്നത്? ഈ വലിക്കുന്ന ടീമിന്റെ അതേ ദിശയിലേക്ക് അങ്ങ് പോയി കൊടുക്കും. അല്ലാതെ അവര് പിന്നിലോട്ട് ഒരു ബലം കൊടുത്ത് വലിക്കുമ്പോൾ ആ ദിശയിലോട്ടാണ് അവർ പോകുന്നത്, എങ്കിൽ അവർ ജയിക്കൂലായിരുന്നോ? അപ്പൊ തോൽക്കുന്ന ടീം എപ്പോഴും എന്തായിരിക്കും? ഒരു നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും അവിടെ ചെയ്തത്. കുന്നിൻ മുകളിലേക്ക് കാർ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നത് ശരി തന്നെയാണ്. കുന്നിൻ മുകളിലേക്ക് കാർ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വ്യക്തികൾ പിന്നിലേക്ക് തെന്നി വീഴുന്നതും നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. എന്താ സംഭവിക്കുന്നത്? ഒരാൾ നടന്നു പോകുന്നു, അയാൾ മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടി ബലം കൊടുക്കുന്നു, പക്ഷെ പ്രതലത്തിൽ തെന്നുന്നത് കൊണ്ട് അയാൾ എന്ത് ചെയ്യും? പിന്നിലേക്ക് തെന്നി വീഴും. അപ്പൊ അയാൾ എങ്ങോട്ട് പോവാനാ ബലം കൊടുത്തത്? മുന്നോട്ട് പോവാനാ ബലം കൊടുത്തത്. പക്ഷെ അയാൾ എങ്ങോട്ടാ പോയത്? പിന്നിലേക്ക് തെന്നി വീഴുകയാണ് ചെയ്തത്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ പോയത്? അതുകൊണ്ട് നമുക്ക് പറയാം വ്യക്തികൾ പിന്നിലേക്ക് തെന്നി വീഴുന്നത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ചവിട്ടി നിർത്താൻ ശ്രമിക്കുന്നത്, ഇവിടെ പന്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് നെഗറ്റീവ്. അത് ചിന്തിച്ചോളണേ, ഡൗട്ട് ഉണ്ടാവും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോളിനെ നമ്മൾ ചവിട്ടി നിർത്താൻ ശ്രമിക്കുമ്പോൾ ആ ഫുട്ബോൾ ആരുടെയോ കാലിലെ ബലം കൊണ്ട് അതേ ദിശയിൽ സഞ്ചരിച്ചു വരുമായിരുന്നു. എന്നാൽ നമ്മൾ പെട്ടെന്ന് ചവിട്ടി നിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വന്നുകൊണ്ടിരുന്ന ദിശയ്ക്ക് എന്ത് ചെയ്യും? വ്യത്യാസം വരുമല്ലേ? അല്ലെങ്കിൽ ബോള് അതുവരെ ആ ബലത്തിന്റെ അതേ ദിശയിൽ പോയ ബോള് പെട്ടെന്ന് എന്ത് ചെയ്യും? നിശ്ചലമായിട്ട് മറ്റൊരു ദിശയിലേക്ക് പോവാൻ ശ്രമിക്കും. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? നെഗറ്റീവ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയാം. റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറിന്മേൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി. റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറിന്മേൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. എന്താ സുഹൃത്തുക്കളെ ഘർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 വസ്തുക്കൾ തമ്മിൽ സർഫസ് ടു സർഫസ് ഉരഞ്ഞു നീങ്ങുവാണെന്ന് കരുതുക, അല്ലെങ്കിൽ 2 വസ്തുക്കളുടെ പ്രതലങ്ങൾ തമ്മിൽ ഉരഞ്ഞു നീങ്ങുവാണെന്ന് കരുതുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിന്റെ ചലനത്തെ എന്ത് ചെയ്യും? അങ്ങ് തടഞ്ഞു നിർത്തും. ഇതിന് സിമ്പിൾ ആയിട്ട് ഇതിനെയാണ് പറയുന്നത് എന്തെന്ന്? കർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഹനങ്ങളുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? വാഹനങ്ങൾ റോഡിലൂടെ ഇങ്ങനെ ഉരുണ്ട് നീങ്ങുവാണല്ലേ? വാഹനങ്ങൾ ഉരുണ്ട് നീങ്ങണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണ്ടേ? അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കണ്ടേ? ആ ബലം കൊടുക്കുന്ന അതേ ദിശയിലാണല്ലോ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ കർഷണ ബലം എന്ത് ചെയ്യും? നമ്മളെ റോഡിലെ ഈ ടയറിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. നീ പോണ്ട ഇവിടെ നില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. എന്നാൽ വാഹനത്തിന്റെ ശക്തമായ ഫോഴ്സ് കാരണം ഈ പറയുന്ന കർഷണ ബലത്തിനെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യും? വാഹനം മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കർഷണ ബലത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കർഷണ ബലം വാഹനം പോകുന്നതിന് എതിരെയാണ് എന്ത് ചെയ്യുന്നത്? ബലം കൊടുക്കുന്നത്. എന്നാൽ വാഹനം അവിടെ നിൽക്കുവോ? ഇല്ല, വാഹനം മുന്നോട്ട് ഉരുണ്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ കർഷണ ബലം എന്ത് ചെയ്തു? നെഗറ്റീവ് വർക്കാണ് ചെയ്തത് നമുക്ക് പറയേണ്ടി വരും. കാരണം കർഷണ ബലം കൊടുത്ത ദിശയിലേക്ക് വാഹനം നിന്നോ? ഇല്ല, പകരം വാഹനം ഓപ്പോസിറ്റ് ദിശയിലേക്ക് എന്ത് ചെയ്തു? ഉരുണ്ടങ്ങ് പോയി. അതുകൊണ്ട് നമ്മുടെ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. ഇതേ സംഭവം തന്നെയാണ് മുകളിലേക്ക് എറിയുന്ന കല്ല്, അതുപോലെ തന്നെ
മുകളിലേക്ക് ഉയർന്നു പോകുന്ന റോക്കറ്റ്, മുകളിലേക്ക് വലിച്ചെറിയുന്ന ജാവലിൻ ത്രോ, ഇതിനെല്ലാത്തിലും എന്താ നെഗറ്റീവ് പ്രവൃത്തിയാണ് വരുന്നത്. പക്ഷെ അവിടെ നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്നതാരാ? അത് നമ്മുടെ ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളണേ. ഈ ഗുരുത്വാകർഷണ ബലം ഈ മുകളിലോട്ട് പോകുന്ന എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? താഴോട്ട് വലിക്കാൻ ശ്രമിക്കും. എന്നാൽ ആ വസ്തുക്കൾ ഒരു ലെവൽ കഴിയാതെ താഴോട്ട് വരുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഏതൊരു വസ്തുവിലും ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുകൂടെ സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വസ്തുക്കളെ ഞെട്ടറ്റ് വീഴുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു, അല്ലെന്നുണ്ടെങ്കിൽ റോപ്പ് പൊട്ടി താഴേക്ക് വീഴുന്ന ലിഫ്റ്റ്, ഇതിനകത്തൊക്കെ നമ്മുടെ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ താഴേക്ക് ഫ്രീ ഫാൾ ആയിട്ട് വീഴുന്ന സമയത്ത് ഭൂഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? അവനെ ഇങ്ങോട്ട് പെട്ടെന്ന് താഴേക്ക് വരാനായിട്ട് വലിച്ചു പിടിക്കും. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലം ഒരു ബലം പ്രയോഗിച്ച് ആരില്? ഈ താഴേക്ക് വീഴുന്ന വസ്തുക്കളില്. അപ്പൊ ആ വസ്തുക്കൾ വീഴുന്ന ഡയറക്ഷൻ ഈ ഭൂഗുരുത്വാകർഷണത്തിന്റെ അതേ ഡയറക്ഷനിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രവൃത്തികൾ പോസിറ്റീവ് ആണെന്ന് കരുതാ. ഒന്നുമില്ല, ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ മുകളിലോട്ട് എറിയോ എങ്കിൽ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന ജോലി നെഗറ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് എന്തെങ്കിലും ഒരു വസ്തു ആകാശത്ത് നിൽക്കുന്നു, അത് നേരെ പടേ എന്ന് പറഞ്ഞ് താഴേക്ക് ഒന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഭൂഗുരുത്വാകർഷണം ചെയ്ത ജോലി എന്താണ്? പോസിറ്റീവ് ആണെന്ന്. ഇത് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് സീറോ പ്രവൃത്തി. എന്താണ് സീറോ പ്രവൃത്തി? ബലം പരസ്പരം ലംബമായിരിക്കുമ്പോൾ ബലമോ സ്ഥാനാന്തരമോ പൂജ്യമായിരിക്കുമ്പോഴോ ചെയ്യുന്ന പ്രവൃത്തിയാണ് സീറോ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒന്നുമില്ല, സംഗതി സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു വാഹനം തള്ളുവാണെന്ന് കരുതുക. അപ്പൊ നിങ്ങളെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടേ വാഹനം ഒന്ന് തള്ളണം, നീ എന്നെ കൂടെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു. പക്ഷെ നിങ്ങളുടെ മണ്ടനായ സുഹൃത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് തള്ളുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വണ്ടിയുടെ പിന്നിൽ നിന്ന് തള്ളുന്നു. സ്വാഭാവികമായിട്ടും വണ്ടിക്ക് എന്തെങ്കിലും അനക്കം ഉണ്ടാവോ സുഹൃത്തുക്കളെ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബലം കൊടുക്കുന്നു, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബലം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതുകൊണ്ട് വാഹനത്തിന് യാതൊരുവിധ സ്ഥാനാന്തരമോ ചലനമോ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള അവസ്ഥയെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് സീറോ പ്രവൃത്തി എന്ന. സെറ്റാണേ. എന്താ അപ്പൊ സീറോ പ്രവൃത്തി എന്ന് പറഞ്ഞാല്? ബലം പരസ്പരം ലംബമായിരിക്കുമ്പോൾ, ബലം പരസ്പരം ലംബമായിരിക്കുമ്പോഴോ ബലമോ സ്ഥാനാന്തരമോ പൂജ്യമായിരിക്കുമ്പോഴോ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ സീറോ പ്രവൃത്തി എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഉദാഹരണം കൂടി നോക്കാം. പെട്ടി തലയിലേക്ക് ഉയർത്തി വെച്ച് നിൽക്കുന്ന പോർട്ടർ എന്ത് ചെയ്യുന്നു? പെട്ടി തലയിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർത്തി വെച്ചിട്ട് അയാൾ അവിടെ നിൽക്കുവാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ട് അയാൾ ഒരു പ്രവൃത്തി ചെയ്തു. പെട്ടി എന്ത് ചെയ്തു? താഴെ നിന്ന് മുകളിൽ കൊണ്ടുവന്ന് അയാളെ തലയിൽ വെച്ചതോടുകൂടി അയാളുടെ പ്രവൃത്തി എന്തായി? സീറോ പ്രവൃത്തിയായി. കാരണം എന്താ? അയാൾ തലയിൽ വെച്ചോണ്ടിരിക്കുകയാണ്. ഭാരം അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പെട്ടിയുടെ അനുഭവപ്പെടുന്നുണ്ട്. അയാളുടെ തലയിൽ ആ പെട്ടിയുടെ ഭാരം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അയാൾ ചെയ്ത പ്രവൃത്തി നമുക്ക് പൂജ്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അവിടെ ഒരു സ്ഥാനാന്തരം ഉണ്ടായില്ല. ആ പെട്ടിക്കൊരു സ്ഥാനാന്തരം ഉണ്ടായില്ല. അതായത് ഒരു സ്ഥാനമാറ്റം ഉണ്ടായില്ല. പകരം അയാൾ ആ പെട്ടി തലയിൽ നിന്ന് അല്പം കൂടി കൈ ഉപയോഗിച്ച് മുകളിലോട്ട് ഉയർത്തിയാൽ നമുക്ക് പറയാം നമ്മൾ അയാൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. പക്ഷെ അല്ലാത്ത പക്ഷം തലയിലിരിക്കുന്ന പെട്ടിക്ക് ഭാരമുണ്ട്. ആ ഭാരം അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ ഭാരവും ഉയർത്തിയാണ് ആ വ്യക്തി നിൽക്കുന്നതെങ്കിലും നമുക്ക് പറയേണ്ടി വരും ഫിസിക്സ് പ്രകാരം അയാൾ ചെയ്ത പ്രവൃത്തി പൂജ്യം പ്രവൃത്തി അല്ലെങ്കിൽ സീറോ പ്രവൃത്തിയാണെന്ന്. അടുത്തതാണ് ഏകീകൃത ചലനത്തിലൂടെ. എന്താ ഏകീകൃത ചലനം എന്ന് പറഞ്ഞാൽ? യൂണിഫോം മോഷൻ എന്ന് നമ്മൾ പറയും. നിങ്ങൾ കേട്ടുകാണോ എവിടെയെങ്കിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്? യൂണിഫോം മോഷൻ അഥവാ ഏകീകൃത ചലനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തി പൂജ്യമായിരിക്കും. എങ്ങനെയാ സുഹൃത്തുക്കളെ യൂണിഫോം മോഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏകീകൃത ചലനം ഉണ്ടാകുന്നത്? സിമ്പിൾ ആയിട്ടും ചിന്തിച്ചാൽ മതി. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പേസിൽ നിൽക്കുകയാണെന്ന് കരുതുക. നമ്മൾ ഇവിടെ നിന്ന് റോക്കറ്റ് കയറി സ്പേസിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് എറിയുകയാണെന്ന് കരുതുക. അതേ സമയത്ത് തന്നെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് എറിയുകയാണെന്ന് കരുതുക. ഓക്കെയാണേ? നമ്മൾ സ്പേസിൽ നിൽക്കുന്നു, നമ്മുടെ സുഹൃത്ത് എവിടെയാ നിൽക്കുന്നേ? നമ്മുടെ ഭൂമിയിൽ നിന്നൊരു കല്ലെടുത്തെറിയുവാണ്. സുഹൃത്ത് എറിഞ്ഞ കല്ലിന് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് പെട്ടെന്ന് തറയിൽ വന്ന് വീഴും. കാരണം എന്താ? ഇവിടെ കാറ്റുണ്ട്, ഇവിടെ വായു ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഭൂമിയുടെ ആകർഷണ ബലം ഒക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കല്ല് പെട്ടെന്ന് താഴേക്ക് വീഴും. എന്നാൽ സ്പേസിലാണെങ്കിലോ ഈ സംഗതികൾ ഒന്നുമില്ല. അതുകൊണ്ട് ആ എറിഞ്ഞ കല്ല് ഇങ്ങനെ അനന്തമായിട്ട് പൊക്കോണ്ടേയിരിക്കും. ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഏകീകൃത ചലനം അഥവാ യൂണിഫോം മോഷൻ എന്ന്. അപ്പോൾ ഇങ്ങനെ യാതൊരു തടസ്സവും ഇല്ലാതെ സുഗമമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല.
ഈ പോയിന്റിലൂടെ സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. ലംബമായി മുകളിലേക്ക് ഉയരുന്ന ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വ ബലം ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. ലംബമായി മുകളിലേക്ക് ഉയരുന്ന ഒരു വസ്തു, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ലിഫ്റ്റിൽ നമ്മൾ കയറിയിട്ട് ലിഫ്റ്റ് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഭൂഗുരുത്വ ബലം എന്താണ്, ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് പറയാൻ കഴിയില്ല. അതിനുള്ള കാരണം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അല്പം ഡീപ്പായിട്ട് പോവേണ്ടി വരും. സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഉദ്ദേശിച്ചാൽ മതി. ലംബമായി മുകളിലേക്ക് ഉയരുന്ന ഒരു വസ്തുവിന്മേല് ഭൂഗുരുത്വ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. കാരണം ലംബമായിട്ട് വരുമ്പോഴത്തേക്കും തീറ്റ ആംഗിളൊക്കെ മാറും, 90 ഒക്കെ ആവും, അങ്ങനെയൊക്കെ വരുന്നോണ്ടാണ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പൊ ഇത്രയും മാത്രം ഓർത്തു വെക്കുക. ലംബമായി മുകളിലോട്ട് ഉയർന്നു വരുന്ന ഒരു വസ്തുവിന്റെ ഭൂഗുരുത്വ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഒരു ലിഫ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന മുകളിലോട്ട് പോകുന്നതും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അതോടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. 24ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർപ്പണം അഥവാ മിററാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് തരം മിററാ? കോൺകേവ് മിററാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തു എവിടെ ഇരിക്കുന്നത്? എഫിനും പിക്കും ഇടയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമായിരിക്കും എന്തെന്ന് പറയുന്നത് കോൺകേവ് ദർപ്പണത്തിൻ്റെത്. അപ്പോൾ നമുക്ക് ദർപ്പണവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം. ദർപ്പണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് കണ്ണാടി തന്നെയാണ്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ദർപ്പണങ്ങള്. വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ക്രമപ്രതിഫലനം. വസ്തുക്കളില് പ്രകാശം ക്രമമായി അഥവാ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ക്രമപ്രതിഫലനം. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ എന്താ വിസരിത പ്രതിഫലനം എന്ന് പറഞ്ഞാല്, മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ട് പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രകാശം വന്ന് പതിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് അഥവാ പ്രതിഫലിച്ച് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ക്രമരഹിതമായതുകൊണ്ട് നമുക്ക് ആ റിഫ്ലക്ഷൻ കാണാൻ പറ്റൂല എന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ എന്തുകൊണ്ടാ കാണുന്നത്? അത് ക്രമപ്രതിഫലനം നടക്കുന്നതുകൊണ്ടാണ്. അതായത് അത് സ്കാറ്റർ ചെയ്ത് പോകുന്നില്ല. കൃത്യമായിട്ട് എത്ര പ്രകാശം പതിക്കുന്നുണ്ടോ അത്രയും പ്രകാശം പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ എത്തുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ആ പ്രതിഫലനം അനുഭവപ്പെടുന്നത്. സമതല ദർപ്പണങ്ങളിൽ മാത്രമല്ല മിനുസമായ വക്രതലങ്ങളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു. ശരിയല്ലേ? നമ്മളൊരു കരണ്ടി എടുത്ത് വെച്ച് നോക്കിയാൽ നമ്മുടെ മുഖം കാണാൻ പറ്റൂലേ? നമ്മളൊരു പാത്രം എടുത്ത് വെച്ച് നോക്കിയാൽ മിനുസമാണെങ്കിൽ നമ്മുടെ മുഖം കാണാൻ പറ്റൂലേ? അപ്പോ സമതല ദർപ്പണങ്ങളിൽ മാത്രമായിട്ടല്ല, മിനുസമായതും വക്രതയായിട്ടുള്ളതുമായുള്ളതിലും പ്രതിബിംബങ്ങള് കാണാൻ പറ്റും. മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ്. പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. മുഖം നോക്കുന്ന കണ്ണാടി ഏതുതരം ദർപ്പണത്തിന് ഉദാഹരണമാ? സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ്. ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങള്. ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ്. സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ മിറർ ആണ്. പഠിച്ചോളണേ, സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത് ആരെയാണ്? സ്പെറിക്കൽ മിററിനെയാണ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഫ്ലിന്റ് ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഫ്ലിന്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ദർപ്പണങ്ങളുടെ ഭാഗമായി വരുന്ന വാക്കുകളാണ്. ദർപ്പണങ്ങളുടെ ഭാഗമായി വരുന്ന വാക്കുകള്. വക്രതാ കേന്ദ്രം. എന്താ സുഹൃത്തുക്കളെ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് വക്രതാ കേന്ദ്രം എന്ന്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ഗോളമാണെന്ന് കരുതുക. ഇതിന്റെ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ എന്തായിട്ട് മാറ്റിയത്? ദർപ്പണമാക്കി മാറ്റിയെന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗോളത്തിന് ഒരു സെന്റർ പോയിന്റ് കാണുമല്ലോ. ഈ സെന്റർ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? വക്രതാ കേന്ദ്രം എന്ന്. എന്താണ് വക്രതാ കേന്ദ്രം എന്ന്? ഓക്കെ ആണേ. അപ്പൊ എന്താ വക്രതാ കേന്ദ്രം? ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. വക്രതാ കേന്ദ്രത്തിൽ നിന്നും ഒരു ദർപ്പണത്തിലേക്ക് വരയ്ക്കാവുന്ന ഏതൊരു രേഖയെയും ദർപ്പണത്തിന് ലംബമായിരിക്കും. പഠിച്ചോളനെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് കരുതുക. നമ്മൾ ആ നിർമ്മിച്ചിരിക്കുന്ന ദർപ്പണത്തിന്റെ ലംബമായിട്ട്, ലംബമായി എന്ന് പറഞ്ഞാൽ കണ്ടോ 90 ഡിഗ്രി, ദർപ്പണത്തിന്റെ അടുത്ത് ഇങ്ങനെ ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന രേഖകളെല്ലാം എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. അടുത്തതാണ് വക്രത ആരം. എന്താ വക്രത ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു ദർപ്പണത്തിൽ ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദർപ്പണത്തിന്റെ വക്രത ആരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ വക്രത ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ദർപ്പണമുണ്ട്, ആ ദർപ്പണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തിന്റെ ഭാഗമായിരിക്കും? ഒരു സ്പിയറിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ആ ഗോളത്തിന്റെ സെന്റർ പോയിന്റിൽ നിന്നും നമ്മുടെ ദർപ്പണത്തിന്റെ ഏറ്റവും എൻഡ് വരെ വരയ്ക്കുന്ന ആ ഒരു രേഖ, അതിനെയാണ് നമ്മൾ ആ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത്. ഇതിനെയാണ് വക്രത ആരം എന്ന് പറയുന്നത്. അടുത്തതാണ് പോൾ. എന്താ സുഹൃത്തുക്കളെ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ദർപ്പണം ഇരിക്കുവാണെന്ന് കരുതുക സുഹൃത്തുക്കളെ. ആ ദർപ്പണത്തിന്റെ ഈ ഒരു ഭാഗമാണല്ലോ ലൈറ്റുകളെല്ലാം വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഭാഗം ഇതാണല്ലോ. ഇതിന്റെ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ നടുഭാഗത്തിന് നമ്മളൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അവനെ വിളിക്കുന്ന പേരാണ് എന്താ? പോൾ എന്ന്. അപ്പോ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്ന പേരെന്താ? പോൾ എന്നാണ് പഠിക്കുക. അടുത്തതാണ് മുഖ്യ അക്ഷം. എന്താണ് മുഖ്യ അക്ഷം? വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. എന്താ സുഹൃത്തുക്കളെ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാല്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു സ്പിയറിന്റെ ഭാഗമാണ് ആരെന്ന്? ദർപ്പണം എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്പിയറിന്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞു. എന്താ പോൾ എന്ന് പറഞ്ഞത്? നമ്മുടെ ദർപ്പണത്തിന്റെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പ്രതലം, അതിന്റെ നടുക്ക് പോർഷനെയാണ് നമ്മൾ പോൾ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വക്രതാ കേന്ദ്രത്തിനെയും പോളിനെയും ചേർത്തുകൊണ്ട് നമ്മൾ ഒരു വരയങ്ങ് വരച്ചു കഴിഞ്ഞാൽ ആ വരയെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം എന്ന്. സെറ്റാണ്, ഓർത്തു വെക്കുക. അടുത്തതാണ് ഫോക്കസ്. ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്നറിയപ്പെടുന്നത്. ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം അറിയപ്പെടുന്ന പേരാണ് ഫോക്കസ് ദൂരം എന്നുള്ളത്. ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ ആരത്തിന്റെ പകുതിയായിരിക്കും. അതായത് F=R/2 എന്ന ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ ആരത്തിന്റെ പകുതിയായിരിക്കും. ഇതിനകത്ത് റേഡിയസ് ചിലപ്പോൾ തന്നിരിക്കും, റേഡിയസ് ആണ് ആരം കേട്ടോ, ചിലപ്പോൾ തന്നിരിക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഫോക്കസ് ലെങ്ത് തന്നിട്ട് ആ ദർപ്പണത്തിന്റെ ആരം എത്രയാണ്, വക്രത ആരം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എത്രയാണെന്ന് പറഞ്ഞിരിക്കും. ഇത് ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് നേടാം. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. F അഥവാ ഫോക്കസ് ലെങ്ത് R/2 അഥവാ ദർപ്പണത്തിന്റെ ആരത്തിന്റെ പകുതിയായിരിക്കും ഫോക്കസ് എന്നുള്ളത് ഓർക്കുക. ഒരു ദർപ്പണത്തിന്റെ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പഠിച്ചോളനെ, ഒരു ദർപ്പണത്തിന്റെ പതനകോൺ, അതായത് ഒരു ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശം ഉണ്ടാക്കുന്ന ഒരു കോണുണ്ട്, ഇതിനെയാണ് പതനകോൺ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രകാശം റിഫ്ലക്ട് ചെയ്തങ്ങ് പോകത്തില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന കോണിനെയാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശരശ്മി ഉണ്ടാക്കുന്ന പതനകോണും പ്രതിപതന കോണും ഒരു ദർപ്പണത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഒരു 30 ഡിഗ്രിയിലാണ് ഒരു പ്രകാശം വന്ന് പതിക്കുന്നതെന്ന് കരുതുക ദർപ്പണത്തിലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. യാതൊരു വ്യത്യാസവും ഇല്ല. ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പഠിക്കുക. ദർപ്പണത്തിന്റെ പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ ആയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം N=360 θ-1 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുറച്ച് പരീക്ഷകൾ കണ്ടിരുന്നു, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ തന്നെ LDC പോലുള്ള മെയിൻ എക്സാമുകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റയായാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? N=360 θ-1 എന്നങ്ങ് ചെയ്താൽ മതി. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് നോക്കാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 2 ദർപ്പണങ്ങൾ 90 ഡിഗ്രി ആക്കി വെക്കുന്നു എന്ന് കരുതുക. അതായത് 90 ഡിഗ്രി എന്ന് ഇതല്ലേ സുഹൃത്തുക്കളെ 90 ഡിഗ്രി എന്ന് പറഞ്ഞത്? ഈ ആംഗിൾ അല്ലേ 90 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു ദർപ്പണം ഞാൻ ഇങ്ങനെ വെക്കുന്നു, അടുത്തൊരു ദർപ്പണം ഞാൻ ഇങ്ങനെ വെക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെയെങ്കിൽ ഈ ദർപ്പണങ്ങൾക്കിടയിൽ ഞാനൊരു വസ്തു വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രതിബിംബങ്ങൾ ഉണ്ടാകും എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വളരെ ഈസിയാണ്. ഇക്വേഷൻ N=360 θ-1 ആണ്. അപ്പൊ തീറ്റ ഇവിടെ എത്രയാ? 90 ആണ്. അപ്പൊ നമുക്ക് പറയാം 360 ÷ 90 -1 ആണ്. 0 0 ക്യാൻസൽ ആയി. 4 9 36. 4 - 1 എത്രയാണ്? 3. അപ്പോ നമ്മുടെ 2 ദർപ്പണങ്ങൾക്കിടയിൽ 90 ഡിഗ്രി ആക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 3 പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നതിന്
കാരണമാകും, അല്ലെങ്കിൽ 3 പ്രതിബിംബങ്ങൾ അവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് തന്നിരുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം ചോദിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് +2 ഡിഗ്രി പ്രിലിംസിനോ അല്ലെന്നുണ്ടെങ്കിൽ LDC മെയിൻസിനോ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഈ ഭാഗത്ത് നിന്നും. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ദർപ്പണ സമവാക്യങ്ങൾ. എന്താണ് ദർപ്പണ സമവാക്യങ്ങൾ? എന്താ സുഹൃത്തുക്കളെ ദർപ്പണ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർപ്പണത്തിന് മുന്നിലുള്ള വസ്തുവിനെയും വസ്തുവിന്റെ പ്രതിബിംബത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് ദർപ്പണ സമവാക്യം എന്നറിയപ്പെടുന്നത്. എന്താ ദർപ്പണ സമവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർപ്പണത്തിന് മുന്നിലുള്ള വസ്തുവിന്റെയും വസ്തുവിന്റെ പ്രതിബിംബത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദർപ്പണ സമവാക്യം എന്നറിയപ്പെടുന്നത്. ദർപ്പണ സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/v + 1/u = 1/f ആണ്, അല്ലെങ്കിൽ 1/f = 1/u + 1/v എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദർപ്പണ സമവാക്യം എന്താ സുഹൃത്തുക്കളെ? ഒന്നുകൂടി പറയാം, 1/f = 1/u + 1/v ആണ്. ശ്രദ്ധിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ u എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമായിട്ടുള്ള ദൂരമാണ്, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരമാണ് u ആയിട്ട് പറയുന്നത്. ഇവിടെ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിന്റെ ദൂരമാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വസ്തുവും ഉണ്ടായി ഇമേജും തമ്മിലുള്ള ദൂരമാണ് v എന്ന് പറയുന്നത്. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫോക്കൽ ദൂരമാണ് കേട്ടോ, ഫോക്കൽ ലെങ്തിനെയാണ് f എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത്. സമവാക്യം ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 1/f = 1/v + 1/u അല്ലെങ്കിൽ 1/u + 1/v, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഗോളീയ ദർപ്പണങ്ങൾ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഗോളീയ ദർപ്പണങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. അപ്പൊ ഇനി നമുക്ക് ദർപ്പണങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ച പോയിന്റ്സ് പഠിക്കാം. കോൺകേവ് ദർപ്പണങ്ങളും പ്രതിബിംബ രൂപീകരണവും പഠിച്ചോളണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. LGS മുതൽ ഡിഗ്രി വരെ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. കോൺകേവ് ദർപ്പണങ്ങളും പ്രതിബിംബങ്ങളും. വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെയായാൽ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു കോൺകേവ് ദർപ്പണം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ കോൺകേവ് ദർപ്പണത്തിലേക്ക് വളരെ ഇൻഫിനിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ ദൂരെ നിന്നൊരു വസ്തുവിൽ നിന്നൊരു പ്രകാശം വരുവാണെന്ന് കരുതുക. അങ്ങനെ ഒരു പ്രകാശം വന്നാൽ എവിടെയാണ് അതിന്റെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്? എങ്ങനെയായിരിക്കും ആ പ്രതിബിംബം ഇരിക്കുന്നത്? ഇതിനെപ്പറ്റി പറയുന്നതാണ്. വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെയായാൽ ഇതാണ് PSC ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വളരെ ദൂരെ നിന്നും ഒരു പ്രകാശരശ്മി നേരെ വന്ന് എവിടെ പതിച്ചിരിക്കുന്നു? നമ്മുടെ കോൺകേവ് ദർപ്പണത്തിൽ പതിച്ചിരിക്കുന്നു. അത് നേരെ എന്ത് ചെയ്യും? താഴേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പോ ആ ഒരു വസ്തു എന്ന് പറയുമ്പോൾ അതിന് 2 പോയിന്റ് കാണൂലേ? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും, ഒരു എൻഡിങ് പോയിന്റ് കാണും അല്ലെ? സ്റ്റാർട്ടിംഗ് പോയിന്റിനെ A എന്നും എൻഡിങ് പോയിന്റ് നമുക്ക് എന്തെന്നും വിളിക്കാം? B എന്നും വിളിക്കാം. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു പ്രകാശരശ്മി വരും, എൻഡിങ് പോയിന്റിൽ നിന്നും ഒരു പ്രകാശരശ്മി വരും. ഇങ്ങനെ ഈ 2 പ്രകാശരശ്മിയുടെ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും? ദർപ്പണത്തിന്റെ ഫോക്കസിലായിരിക്കും ഇവന്മാർ രണ്ടും കൂടെ വന്നിട്ട് കൂട്ടിമുട്ടുന്നത്. അങ്ങനെ പ്രതിബിംബം അപ്പൊ എവിടെ രൂപപ്പെടും? ദൂരെ നിന്നിട്ട് ഒരു പ്രകാശം ഒരു കോൺകേവ് ദർപ്പണത്തിൽ വീണ് കഴിഞ്ഞാൽ അത് നേരെ ഫോക്കസിലായിരിക്കും രൂപപ്പെടുന്നത്. ഓക്കെ ആണേ. അപ്പോ ഒരു വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെ നിന്നും, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിലൊക്കെ ഇരിക്കുന്ന ടെലിസ്കോപ്പുകളില്ലേ സുഹൃത്തുക്കളെ, അതിനൊക്കെ വളരെ ദൂരെ നിന്നല്ലേ നമ്മുടെ ഹബിൾ ടെലിസ്കോപ്പിലൊക്കെ പ്രകാശം വന്ന് വീഴുന്നത്. ഈ പ്രകാശം നേരെ വന്ന് വീണിട്ട് ഇതിനകത്തൊരു കോൺകേവ് മിറർ കാണും. ഈ മിററിലേക്കാണ് വന്ന് വീഴുന്നത്. എന്നിട്ട് ഈ മിററാണ് എന്ത് ചെയ്യുന്നത്? നേരെ ഇതിന്റെ ഫോക്കസ് കൊണ്ടുവന്നിട്ട് അവനെ സെറ്റ് ചെയ്യും. അവിടെയാണ് ഈ ലൈറ്റ് റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള സെൻസേഴ്സ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് പ്രകാശത്തിന് ഓരോന്നായിട്ട് ഡിവിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ പ്രൈമറി രീതിയിൽ എന്താണ് ചെയ്യുന്നത്? ദൂരെ നിന്നുള്ള പ്രകാശത്തിനെ ആദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൽ എന്ത് ചെയ്യും? നേരെ കൊണ്ടുവന്നിട്ട് അതിനെ പ്രതിഫലിപ്പിച്ചിട്ട് ആ ഫോക്കസ് കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ അകലെയുള്ള വസ്തുക്കളുടെ സ്ഥാനം നമ്മുടെ കോൺകേവ് ദർപ്പണത്തിൽ വീണ് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും വന്ന് അതിന്റെ പ്രതിബിംബം ഉണ്ടാവുന്നത്? ഫോക്കസിലായിരിക്കും. ഇനി പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പ്രതിബിംബം, യഥാർത്ഥ പ്രതിബിംബം, അതായത് അവിടെ ദൂരെ നമ്മൾ എന്ത് വസ്തുവാണോ കാണുന്നത് ആ വസ്തുവിന്റെ അതേ രൂപത്തിലുള്ള ഒരു വസ്തുവിനെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, അവൻ തലകീഴായിട്ടായിരിക്കും ഇരിക്കുന്നത്, അവൻ തലകീഴായിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്പം ഡീപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെ ആയിക്കഴിഞ്ഞാൽ ആ വസ്തുവിൽ നിന്നൊരു പ്രകാശം കോൺകേവ് ദർപ്പണത്തിലേക്കാണ് വീഴുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വസ്തുവിന്റെ പ്രതിബിംബം
ഫോക്കസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ദൂരെ കണ്ട ആ വസ്തുവിന്റെ അതേ രൂപം തന്നെയായിരിക്കും, പക്ഷേ തലകീഴായതായിരിക്കും. വസ്തുവിന്റെ സ്ഥാനം സിക്ക് അപ്പുറമായാല്, കണ്ടോ സുഹൃത്തുക്കളെ, സി എന്നുള്ള പോയിന്റ്, ഈ സി എന്നുള്ള പോയിന്റിന് അപ്പുറമാണ് വസ്തു ഇരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികള് നമ്മുടെ കോൺകേവ് ദർപ്പണത്തിൽ വീണ് കഴിഞ്ഞാൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ഫോക്കസിനും സിക്കും ഇടയിലായിരിക്കും. ഇവിടെ ഇൻഫിനിറ്റി എന്നൊരു വാക്ക് പറയുന്നില്ല. സി എന്ന് പറയുന്ന, അതായത് സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ പറഞ്ഞില്ലേ, ആ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിന്നിലേക്കാണ് നമ്മുടെ വസ്തു ഇരിക്കുന്നുണ്ടെങ്കിൽ കോൺകേവ് മിററുകൾ ഉണ്ടാക്കുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? സിക്കും എഫിനും ഇടയിലായിരിക്കും. സിക്കും എഫിനും ഇടയിൽ ബി ഡാഷ് എന്നുള്ള, അല്ലെങ്കിൽ ബി ഡാഷ് എ ഡാഷ് എന്നുള്ള പോയിന്റിൽ കണ്ടോ, ഇവിടെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താ? പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. പ്രതിബിംബം യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. പക്ഷെ അവൻ എവിടെയാ രൂപപ്പെടുന്നത്? സിക്കും എഫിനും ആയിരിക്കും. ഇൻഫിനിറ്റി ആയിരുന്നപ്പോ എവിടെയാ രൂപപ്പെട്ടത്? ഫോക്കസിലാണെങ്കിൽ സിക്ക് പിന്നിലോട്ട് വെച്ചപ്പോഴത്തേക്കും എവിടെ ചെന്ന് വീണോ? നേരെ സിക്കും എഫിനും ഇടയിൽ ചെന്ന് വീണോ. ഇനി വസ്തുവിന്റെ സ്ഥാനം സിയിൽ തന്നെയാണെന്ന് കരുതുക. വസ്തുവിന്റെ സ്ഥാനം നേരെ കൊണ്ടുവന്നിട്ട് എവിടെ വെച്ചു? സി, അതായത് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത കേന്ദ്രത്തിൽ തന്നെ കൊണ്ടുവച്ചെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം എവിടെയായിരിക്കും രൂപപ്പെടുന്നത്? നേരെ സിയിൽ തന്നെയായിരിക്കും രൂപപ്പെടുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. വസ്തുവിന്റെ സ്ഥാനം സിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന പ്രകാശം നേരെ കോൺകേവ് ദർപ്പണത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ച് പ്രതിബിംബം ആ സിക്ക് താഴെയായിട്ട് തലകീഴായിട്ടായിരിക്കും പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെട്ടത്? സിയിൽ തന്നെയാണ് രൂപപ്പെട്ടത്. പ്രതിബിംബം യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. പ്രതിബിംബം യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. വസ്തുവിന്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിലാണെങ്കിൽ, വസ്തുവിന്റെ സ്ഥാനം എവിടെയാണ്? സിക്കും എഫിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം സിക്ക് അപ്പുറമായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? സിക്ക് മുന്നേ വെച്ചോ പ്രതിബിംബം എവിടെ വന്നു? സിക്കും എഫിനും ഇടയിൽ വന്നു. നേരെ ഉൾട്ടയടിച്ചു, അത്രയേ ഉള്ളൂ. സിക്കും എഫിനും ഇടയ്ക്ക് നമ്മൾ വസ്തുവിന് വെച്ചോ പ്രതിബിംബം നമുക്ക് എവിടെ ലഭിച്ചു? സിക്ക് പിന്നിലേക്ക് ലഭിച്ചു, അല്ലെങ്കിൽ സിക്ക് അപ്പുറമായി ലഭിച്ചു. ഈ പ്രതിബിംബം എങ്ങനെയായിരിക്കും? യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. ഇനി പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വസ്തു ഫോക്കസ് പോയിന്റിലായിരുന്നാൽ, ഈ ഫോക്കസ് പോയിന്റിൽ കൊണ്ടുവന്നിട്ട് വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രത്യേകത എന്താ നോക്കിയ സുഹൃത്തുക്കളെ? ഈ വസ്തുവിൽ നിന്ന് പ്രകാശം എങ്ങോട്ട് സഞ്ചരിക്കും? നമ്മുടെ കോൺകേവ് ദർപ്പണത്തിൽ സഞ്ചരിച്ചിട്ട് നേരെ ഫസ്റ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് പോകും. നേരെ ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. ആദ്യത്തെ രശ്മി രണ്ടാമത്തെ രശ്മി നേരെ വന്ന് തട്ടിയിട്ട് തിരിച്ച് ഫോക്കസ് പോയിന്റിൽ കൂടെ തന്നെ റിഫ്ലക്ട് ചെയ്തങ്ങ് പോകും. സ്വാഭാവികമായി വളരെ അകലെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും? യഥാർത്ഥതുമായിരിക്കും, പക്ഷെ എന്താണ്? തലകീഴായതുമായിരിക്കും. ഇവിടെ പ്രതിബിംബം എവിടെയാണ് ഉണ്ടാവുന്നത്? വളരെ അകലെ, അഥവാ ഇൻഫിനിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. വസ്തു എഫിനും പിക്കും ഇടയിലായി കഴിഞ്ഞാൽ, അതായത് എഫ് ഇതായിരിക്കുന്ന പി ഇതായിരിക്കുന്ന, പി എന്ന് പറഞ്ഞാൽ പോളാണെന്ന് നമ്മൾ പറഞ്ഞേ. ആ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസിന്റെ സെന്റർ പോയിന്റ് ആണ് പി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പി ഇവിടെ ഇരിപ്പുണ്ട്, എഫ് ഇവിടെ ഇരിപ്പുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് വസ്തു വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണത്തിന് പിന്നിലായിരിക്കും. അതായത് ദർപ്പണത്തിനുള്ളില് പ്രതിബിംബം നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രതിബിംബം ദർപ്പണത്തിന് പിറകിലായിട്ട് രൂപപ്പെടുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഏതിനകത്ത്? കോൺകേവ് ദർപ്പണത്തിനകത്ത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ കോൺകേവ് ദർപ്പണത്തിനകത്ത് ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് രൂപപ്പെടുന്നുള്ളൂ? പ്രതിബിംബം ദർപ്പണത്തിന് പിറകിലായി രൂപപ്പെടുന്നുള്ളൂ. അത് എവിടെ വെക്കണം? വസ്തു എഫിനും പിക്കും ഇടയിൽ വെക്കണം. അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റിനും പോളിനും ഇടയിൽ വസ്തുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബം ദർപ്പണത്തിന് പുറകിലായിരിക്കും. പ്രതിബിംബം മിഥ്യ അഥവാ ഇമാജിനറി ആയിരിക്കും. അതുപോലെ നിവർന്നതുമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ സുഹൃത്തുക്കളെ? കോൺകേവ് ദർപ്പണത്തിൽ ഈ ഒരു കണ്ടീഷൻ മാത്രമേ PSC കൂടുതലായിട്ടും ചോദിക്കുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഇത് മാത്രമാണ് നമ്മൾ തെറ്റിക്കുന്നതെന്നറിയാം. അപ്പോൾ വസ്തു എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിബിംബം ദർപ്പണത്തിന് പിറകിലായിരിക്കും. പ്രതിബിംബം എങ്ങനെയായിരിക്കും? മിഥ്യ, അതായത് ഇമാജിനറി ആയിരിക്കും. അതുപോലെ തന്നെ നിവർന്നതുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബാക്കി ഒന്ന് പഠിച്ചില്ലെങ്കിലും ഈ സാധനം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. കോൺകേവ് ദർപ്പണം പറഞ്ഞതുപോലെ തന്നെയാണ് കോൺവെക്സ് ദർപ്പണത്തിലൂടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം അങ്ങനെയൊന്നും ചോദിക്കാറില്ല. കാരണം കോൺവെക്സ് ദർപ്പണം വളരെ വിരളമായിട്ട് PSC എടുത്ത് ചോദിക്കാറുള്ളൂ. അപ്പൊ കോൺവെക്സ് ദർപ്പണത്തിലൂടെയുള്ള പ്രതിബിംബത്തിന്റെ സ്ഥാനം നമുക്കൊന്ന് നോക്കാം. വസ്തു പോളിനും അനന്തതയ്ക്കും ഇടയിലായാല്, വസ്തു പോളിനും അനന്തതയ്ക്കും ഇടയിലായി കഴിഞ്ഞാല് പ്രതിബിംബം ദർപ്പണത്തിന് പുറകിൽ പിക്കും എഫിനും ഇടയിൽ രൂപപ്പെടുന്നു. അതായത് ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന്, ഏതോ ഒരു ലോകത്തു നിന്ന് ഒരു പ്രകാശം വന്നിട്ട് നേരെ വന്ന് നമ്മുടെ കോൺവെക്സ് ദർപ്പണത്തിൽ അഥവാ മിററിൽ വീണ് കഴിഞ്ഞാല്
അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? എഫിനും സിക്കും ഇടയിലായിരിക്കും. അതായത് ഫോക്കസിനും അതുപോലെ സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിലായിരിക്കും ആ ഇമാജിൻ രൂപപ്പെടുന്നത്. പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. പഠിക്കുക. ഇനി വസ്തു വളരെ അകലെയാണെങ്കിൽ, അതായത് ഏറ്റവും ഇൻഫിനിറ്റി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രതിബിംബം ദർപ്പണത്തിന് പുറകിലെ ഫോക്കസ് പോയിന്റിലായിരിക്കും രൂപീകരിക്കുന്നത്. പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇപ്പൊ എന്താ സുഹൃത്തുക്കളെ മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മുടെ കോൺവെക്സ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ എവിടെ വന്ന് പ്രകാശം പതിച്ചോട്ടെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളെല്ലാം മിഥ്യ അഥവാ ഇമാജിനറി ആയിരിക്കും, അതുപോലെ നിവർന്നതുമായിരിക്കും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോ കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം ലഭിക്കുകയുള്ളൂ. അത് എപ്പോഴാ? വസ്തു എഫിനും പിയുടെയും ഇടയിലിരിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ കോൺവെക്സ് ദർപ്പണത്തിന് ആ പരിപാടിയൊന്നുമില്ല. കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിബിംബങ്ങളും എങ്ങനെയായിരിക്കും? നിവർന്നതും മിഥ്യയായതുമായിരിക്കും. ഈ പോയിന്റൂടെ ഓർത്തു വെക്കുക. ഇത്രയുമായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 പാർട്ട് 2 ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. ഒത്തിരി ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.